ഫെബ്രുവരി 16 യാനക്കുട്ടിയുടെ ബർത്ത്ഡേ. അതിനും ഒരു 2 മാസം തൊട്ടേ യാനക്കുട്ടി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, അതും K-pop തീമിൽ. അപ്പോൾ തൊട്ടേ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടോ എന്ന്. പിന്നെ ആടി കഫേനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ആ കൺഫ്യൂഷൻ അങ്ങ് മാറിയത്. കാരണം വേറൊന്നുമല്ല, ആടി കഫേയിൽ പ്രത്യേകിച്ച് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് മതിയല്ലോ നമ്മുടെ കുട്ടികൾക്ക്. പിന്നെ നമുക്ക് പാരൻസിനാണെങ്കിൽ ഈ ബർത്ത്ഡേ പാർട്ടീൻ്റെ ഇടയിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാനോ ഒന്നിനൊരു ടൈം കിട്ടില്ല. പിള്ളേരുടെ കലവില പിന്നെ അവരുടെ പുറകെയുള്ള ഓട്ടം. ആടി കഫേ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, അവിടെ പ്ലേ ഏരിയ ഉണ്ടല്ലോ. പിള്ളേർ അവിടെ ഇരുന്ന് കളിച്ച് ക്ഷീണാകുമ്പോൾ വന്നിട്ട് അടിപൊളി ഫുഡുമാണ് ആടി കഫേയിൽ. അപ്പോൾ കളിച്ച് ക്ഷീണാകുമ്പോൾ വന്ന് അവരങ്ങ് ഫുഡും കഴിച്ചോളൂല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ്. നമുക്ക് ഇരുന്ന് കത്തിയടിക്കാനൊക്കെ ഇഷ്ടം പോലെ ടൈമുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് ഡെക്കറേഷനും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് അടിപൊളി ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഇനി ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു ലൊക്കേഷനാണ് കൊച്ചിയിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മറക്കേണ്ട ആടി കഫേ.